4K അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പടമല്ല, പക്ഷേ ഇതിലെ ഓരോ സീനും നമ്മൾ എനിച്ചിന്ന് കൈയടിച്ചു. 24 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പടമാണെന്ന് പറയില്ല. അത് ആദ്യം തുടക്കത്തിൽ ടൈറ്റിൽ കാർഡ് ഉണ്ട്, അതിൻ്റെ BGM എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത BGM ആണ്. പക്ക ഒരു ഇക്ക ഫാൻ ചെയ്ത പോലെ ഉണ്ട്. അടിപൊളി സ്ഥലത്ത് അടിപൊളി. നമ്മൾ ഫ്രഷ് പടം കാണുന്ന ഒരു ഫീലുണ്ട്. നമ്മളല്ലാതെ കണ്ടുമറന്ന ഒരു സാധനമൊന്നും തോന്നില്ല. അത്രയ്ക്കും ഇത് ഒരു രക്ഷയില്ല. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ പഞ്ച് എഫക്റ്റ് ആണ്. എനിക്ക് 24 വയസ്സായേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്നും ഷാജി കൈലാസ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ബ്രാൻഡ് വാല്യൂ എന്താണ്, അതിൻ്റെ പീക്ക് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. സോ അതിൻ്റെ പീക്കാണ് ഞാനിപ്പോൾ ADSൽ അനുഭവിച്ചത്. ഗംഭീരം, അത് അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പവർ, ഒരു നല്ല പുതിയൊരു മാസ് പടം കണ്ടുപോലത്തെ ഫീലുണ്ട്. അത് ഭയങ്കര സുഖമാണ്. നല്ലപോലെ എൻജോയ് ചെയ്തു. 24 വർഷമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലേ ഇല്ല. ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ വളരെ നന്നായിട്ട് നല്ല ക്ലാരിറ്റിയിലും നല്ല അടിപൊളി 24 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പടമാണെന്ന് പറയില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴാ ക്യാമറയുടെ ക്ലാരിറ്റി പക്കയെന്ന് വെച്ചാൽ ഇപ്പോഴും ഷൂട്ട് ചെയ്ത കണക്കുള്ള രീതിയിലുള്ള ആ ഒരു ഇതിലാണ് ഇരുന്ന് കണ്ട പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കൈരളിയൊക്കെ സ്ഥിരമായിട്ട് എല്ലാവരും ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആവശ്യമുണ്ടായിരുന്നു. എന്താ പറയുക, മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടമാണ് വലിയേട്ടൻ. അത് 4Kയിൽ ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. കാരണം എന്ന് വെച്ചാൽ 24 വർഷം മുന്നേ ആകുമ്പോൾ എൻ്റെ ഏജ് തന്നെ നമുക്ക് ഊഹിക്കാന്നുള്ളേ കാണാൻ B ക്ലാസ്സിലേക്കാണ് അന്ന് കണ്ടത്. ഇപ്പോഴും ഫ്രഷ് പടം കാണുന്ന ഒരു ഫീലുണ്ട്. നമ്മളല്ലാതെ കണ്ടുമറന്ന ഒരു സാധനമൊന്നും തോന്നില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ 4K ആയാലും സൗണ്ട് ആയിരുന്നാലും പിന്നെ ടൈറ്റിലൊക്കെ ഇച്ചിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈറ്റിലൊക്കെ കാണിക്കുന്നതൊക്കെ ഒരു രക്ഷയില്ല. തിയേറ്ററിൽ നല്ലൊരു ആവശ്യം ചെയ്തിട്ടുണ്ട്. പടം സൂപ്പറാണ്. 4K കാലം കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. BGM എല്ലാം കിടിലം. നമ്മളൊരു പടം പുതിയ പടം എങ്ങനെ കാണുന്നത് അതിൻ്റെ അതിൽ തന്നെ സെറ്റപ്പാട് ചെയ്തിട്ടുണ്ട്. കൈരളി കാണുന്നത് അതാണ് ഒരുപാട്. കൈരളി കാണുന്നത് ഇതിൻ്റെ എഴുതിക്കാടുപ്പം കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ബൈച്ചേട്ടൻ സമ്മതിച്ചു കൊടുത്തേ പറ്റും. തിയേറ്ററിൽ തന്നെ അല്ല, നമ്മളെ TV തന്നെ എത്ര വട്ടം കണ്ടെന്ന് കൈ കണക്കില്ലാത്തൊരു സിനിമയാണ് വലിയേട്ടായി. അത് വന്ന് സ്ക്രീനിൽ കാണുമ്പോൾ അത് ഉണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പടമല്ല, പക്ഷേ ഇതിലെ ഓരോ സീനും നമ്മൾ എനിച്ചിന്ന് കൈയടിച്ചു. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും സീൻസ് ആയാലും എല്ലാം പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. 10ൽ 10 വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയും കൂടിയാണ്. അടിപൊളി സിനിമയാണ്. 4K റീമാസ്റ്ററിങ് അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ ഫാൻസിനുള്ള എല്ലാം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് എല്ലാം ഉണ്ട്. സൗണ്ട് മിക്സിങ് എല്ലാം പക്കയാണ്. കാരണം ആദ്യം തുടക്കത്തിൽ ടൈറ്റിൽ കാർഡ് ഉണ്ട്, അതിൻ്റെ BGM എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത BGM ആണ്. പക്ക ഒരു ഇക്ക ഫാൻ ചെയ്ത പോലെ ഉണ്ട്. അടിപൊളി സ്ഥലത്ത് അടിപൊളി. തിയേറ്റർ ഓളെന്ന് പറഞ്ഞാൽ ഫാൻസുകാർ എന്ന് പറഞ്ഞാൽ ഓരോ സീനിലും, അതായത് അതിനകത്ത് ഓരോരോ കിടില സീനുകളുണ്ടല്ലേ, മമ്മൂട്ടിയുടെ ഓരോ എൻട്രിയും അടിപൊളി. കൈയടി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ലൊരു പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിലായിരിക്കുന്നത്. അത്രയ്ക്ക് നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ 24 വർഷം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വലിയേട്ടൻ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ഇടവേളയ്ക്ക് ശേഷം ആണ് ഈ സിനിമ കാണുന്നത്. അന്നേ കട്ട ലാലേട്ടൻ ഫാനാണ് ഞാൻ. അന്ന് നരസിംഹ ഇറങ്ങിയ അതേ വർഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വലിയേട്ടനും ഇറങ്ങുന്നത്. ഒരു വർഷത്തിലാണ്, 2 പടങ്ങളാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു പടം നമ്മൾ കണ്ട് അന്ന് വാച്ച് ചെയ്തു. പക്ഷെ ഇപ്പം വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ 4Kയിൽ കാണുമ്പോൾ 4K അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. അന്ന് ഇത്ര സൗണ്ട് എഫക്റ്റ്, ഇത്ര സിസ്റ്റം ഒന്നുമില്ല. ഇതിപ്പോൾ സറൗണ്ട് സിസ്റ്റത്തിൽ ഓഡിയോണിൽ ഇത് കാണുമ്പോൾ വേറെ ലെവലാണ്. അപ്പം നിങ്ങൾ ഈ പടം കാണുന്നുണ്ടെങ്കിൽ, കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4K കാണണം. നോർമൽ തിയേറ്ററിൽ പോയി കാണണം. എനിക്കൊന്ന് ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററും 4K ഡോൾബി അറ്റ്മോസ് ആണ്. പക്ഷെ എന്നാലും ആ 4K കണ്ടാൽ